എല്ലാവർക്കും കാതികയുടെ മറ്റൊരു കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ ഒരു കൊച്ചു ക്ലാസ് റൂമിൽ നടക്കുന്ന കഥയാണ്. ഒരു ക്ലാസ്സിൽ നടക്കുന്ന കഥയാണ്. ക്ലാസ്സിൽ ആരൊക്കെയാണ് ഉള്ളത്? നിങ്ങളെപ്പോലെയുള്ള കൊച്ചു കൂട്ടുകാരും പിന്നെ ഒരു ക്ലാസ് ടീച്ചറും അല്ലെങ്കിൽ ഒരു മാഷും അല്ലേ? അവർ തമ്മിലുള്ള ഒരു ചെറിയ കഥയാണ്. കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. ഒരു ദിവസം പതിവ് പോലെ മാഷ് ക്ലാസ്സിലേക്ക് വന്നപ്പോൾ മാഷിന്റെ കയ്യിൽ ഒരു പൊതിയുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാം ആ പൊതിയിലേക്ക് നോക്കി. നല്ല നിറമുള്ള ഒരു പൊതിയായിരുന്നു. നല്ലൊരു കളറുള്ള പൊതിയായിരുന്നു. ഒരു കവറായിരുന്നു. കുട്ടികളെല്ലാം മാഷിനോട് ചോദിച്ചു, എന്താ മാഷേ ആ കവറിൽ? മാഷ് പറഞ്ഞു, ഇത് നിറയെ ബലൂണുകളാണ്. കുട്ടികളെല്ലാവരും സന്തോഷിച്ചു. ഹായ്, ബലൂൺ ഞങ്ങൾക്ക് തരുമോ മാഷേ? ഒരു കുട്ടി ചോദിച്ചു. പിന്നല്ലാതെ, ഈ ബലൂൺ നിങ്ങൾക്കുള്ളത് തന്നെയാണ്. എന്നിട്ട് മാഷ് ഓരോ കുട്ടികളെയും വിളിച്ചു. ഓരോരുത്തർക്കും ഓരോ ബലൂൺ കൊടുക്കുകയും ചെയ്തു. അത് പലതരത്തിലുള്ള ബലൂണായിരുന്നു. ചുവപ്പ്, മഞ്ഞ, നീല, എല്ലാ നിറത്തിലുള്ള ബലൂണുകളും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും ഓരോ ബലൂൺ കിട്ടി. മാഷ് എല്ലാവരോടും പറഞ്ഞു, ആ ബലൂൺ ഒന്ന് വീർപ്പിച്ചു നോക്കും. കൂട്ടുകാരെല്ലാവരും ഊതി ഊതി ആ ബലൂൺ വീർപ്പിച്ചു. ചിലവർക്ക് പകുതിയെ വീർപ്പിക്കാൻ പറ്റുള്ളൂ. ചിലവരാണെങ്കിൽ ആ ബലൂൺ മുഴുവനും വീർപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് മാഷ് പറഞ്ഞു, നിങ്ങൾ ആ ബലൂണിൽ നിങ്ങളുടെ പേരെഴുതുക. എല്ലാ കൂട്ടുകാരും അവരുടെ പേരെഴുതാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് ചോദിച്ചു, എല്ലാവരും പേരെഴുതി കഴിഞ്ഞോ? കുട്ടികളെല്ലാവരും ഉറക്കെ പറഞ്ഞു, എഴുതി മാഷേ. എന്നിട്ട് മാഷ് ഒരു കാര്യം പറഞ്ഞു, ഓരോരുത്തർ അവരുടെ ബലൂണുമായി മുന്നോട്ട് വരിക. എന്നിട്ട് ആ ബലൂൺ എടുത്ത് നമ്മുടെ അപ്പുറത്തെ മുറിയിൽ കൊണ്ടിട്ടിട്ട് വരിക. ക്ലാസ്സിലെ മുഴുവനും പിള്ളേരും ബലൂൺ അപ്പുറത്തെ മുറിയിൽ ഇട്ടിട്ട് വന്നു. മാഷ് കതക് അടച്ചു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ബലൂൺ എടുത്തു, വീർപ്പിച്ചു, അതിൽ നിങ്ങളുടെ പേരും എഴുതി. എന്നിട്ട് അപ്പുറത്തെ മുറിയിൽ കൊണ്ടിട്ടു. ഇതിൽ കുറെ പേർക്ക് മഞ്ഞ ബലൂൺ കിട്ടി, കുറെ പേർക്ക് പച്ച ബലൂൺ കിട്ടി, കുറെ പേർക്ക് ചുവപ്പ് ബലൂൺ കിട്ടി. ഇനി ഞാൻ ഈ ഡോറ് തുറക്കാം, ഈ മുറിയുടെ കതക് തുറക്കാം. നിങ്ങൾ ചെന്ന് നിങ്ങളുടെ ബലൂൺ എടുത്തുകൊണ്ട് വരണം. അതെടുത്തു കഴിഞ്ഞാൽ ആ ബലൂൺ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകുകയും ചെയ്യാം. ഇത് കേട്ടപ്പോൾ കൂട്ടുകാർക്ക് സന്തോഷമായി. കുട്ടികൾക്കെല്ലാം സന്തോഷമായി. മാഷ് കതക് തുറന്നു. എല്ലാ കുട്ടികളും കൂടി ആ മുറിക്കകത്തേക്ക് ഓടിക്കേറി. എന്ത് സംഭവിച്ചു? ആ മുറിക്കകത്ത് ബലൂൺ നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളായിരുന്നു. കുട്ടികളെല്ലാം കൂടെ കയറി ചവിട്ടി ഉന്തായി തള്ളായി. കുറെ ബലൂണൊക്കെ പൊട്ടിപ്പോയി. എവിടെ എന്റെ ചുവപ്പ് ബലൂൺ? എവിടെ എന്റെ മഞ്ഞ ബലൂൺ? എല്ലാ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ കുറെ കുട്ടികൾ ഒന്നുമില്ലാതെ ഇറങ്ങി വന്നു. അവരുടെ ബലൂണുകളൊക്കെ പൊട്ടിപ്പോയി. അല്ലെങ്കിൽ അവർക്ക് അവരുടെ ബലൂൺ കിട്ടിയുമില്ല. ബാക്കി കുറെ പേർ കിട്ടിയ ബലൂണും കൊണ്ട് പുറത്തു വന്നു. എന്നിട്ട് അതിനകത്ത് എഴുതിയിരിക്കുന്ന പേര് നോക്കി ആ ബലൂണിന്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, എല്ലാവരും അവരുടെ പ്ലേസിൽ പോയിരിക്കും. എന്നിട്ട് മാഷ് കുട്ടികളോട് പറഞ്ഞു, എത്ര പേർക്ക് ബലൂൺ കിട്ടി? കൈപൊക്ക് നോക്കൂ. നിങ്ങൾക്ക് കുറച്ചു പേർക്കല്ലേ ബലൂൺ കിട്ടിയുള്ളൂ. ബാക്കി ആർക്കും കിട്ടിയുമില്ല. കിട്ടിയവരാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കേണ്ടിയും വന്നു. ഇതുപോലെ തന്നെയാണ് നമുക്ക് ജീവിതത്തിൽ പ്രശ്നങ്ങൾ. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ചാടി ഓടിക്കേറി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഉണ്ടാക്കിയാൽ ആർക്കും ഒന്നും കിട്ടുകയില്ല. അതിന് പകരമായി ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം കിട്ടും. കുട്ടികളെല്ലാം കൂടി ചാടി ഓടി പോകുന്നതിന് പകരം ആദ്യമേ ഓരോരുത്തരും ഓരോ ബലൂൺ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബലൂൺ എക്സ്ചേഞ്ച് ചെയ്താൽ പോരായിരുന്നോ? എല്ലാവർക്കും ബലൂൺ കിട്ടില്ലായിരുന്നോ? ധൃതി പിടിച്ച് എല്ലാം ചെയ്തു. എങ്ങനെ നമുക്ക് പരസ്പരം സന്തോഷം പങ്കിടാം എന്നാണ് ഈ കഥയിലൂടെ കാതിക ഉദ്ദേശിച്ചത്. നാളെ മറ്റൊരു കഥയുമായി. നന്ദി, നമസ്കാരം.